ഡസ്റ്റ് ആൻഡ് റസ്റ്റ് ആൻഡ് ബ്ലഡി ബ്രൂട്ടൽ റൊമാൻറ്റിക് മൂവി. അതാണ് ഈ പടം. രക്തത്തിൽ എഴുതിയ പ്രണയകാവ്യം എന്ന് വേണമെങ്കിൽ പറയാം. അനിരുദ്ധ് ഉണ്ടല്ലോ, അനിരുദ്ധ് ഈ സാധനത്തിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട മെയിൻ സാധനം എന്ന് വെച്ചാൽ ലോക്കിയുടെ സ്ക്രീൻ പ്രസൻസ്, ലോകേഷ് കനകരാജിന്റെ സ്ക്രീൻ പ്രസൻസ്. അമ്പോ, അയാൾ ഈ ബിഗ് സ്ക്രീനിൽ കാണാൻ എടാ എന്തുവാടാ അയാളുടെ ഓരോ നോട്ടും ആ ഒരു സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര ഭയങ്കര ടോപ്പ് ആക്ടർ എന്നൊന്നും അല്ല. ഈ സിനിമയ്ക്ക് പക്ക ആപ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ധനുഷോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് അഭിനയിച്ചിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചില നാടകീയതയൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷെ പുള്ളി അഭിനയിച്ച് വെച്ചിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ ഞാനൊക്കെ എവിടെയോ കണ്ട പോലെ, എൻ്റെ റിയൽ ലൈഫിലൊക്കെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ, ആൾക്കാരെ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ വാമിക ഗബ്ബിയുടെ പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ഞാൻ ഇങ്ങനൊരു ക്യാരക്ടർ അല്ല ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനും അപ്പുറം ഒരു സാധനം. എടാ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ട പടമാണ്. ഒരു റിവ്യൂ കണ്ടില്ല. ഞാൻ ബാക്ക് ടു ബാക്ക് പടം കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. അതായത് ഓ മൈ ഗോഡ്, ഓ മൈ ഡോഗ് കണ്ട്, അത് കഴിഞ്ഞ് തുടരും കണ്ട്, അത് കഴിഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇത് കണ്ട്, എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ മൊത്തത്തിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കയറാനോ എനിക്ക് ഒരിടത്തും കയറി എന്താ പറയുക ഈ പടത്തിൻ്റെ റിവ്യൂ നോക്കാനോ ഒന്നും അവസരം കിട്ടിയില്ല. എനിക്കതിൽ വളരെ വളരെ ഹാപ്പിയാണ്. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഞാൻ പോയി കണ്ട് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു പോയെന്നുള്ളത്. കാര്യം ഞാൻ ഇത്ര ഹൈപ്പാണ്. ഞാൻ ഇനിയും പോയി കാണും. ഇനിയും 1-2 വട്ടം പോയി കാണും. എനിക്ക് ഈ പടം കുറച്ചുകൂടെ നല്ല സൗണ്ട് ഇതിലുള്ള തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല സൗണ്ട് ഇതായിട്ടുള്ള ഇവിടെ കൊച്ചിയിൽ നല്ല സൗണ്ട് സിസ്റ്റവും നല്ല ഈ പടത്തിൻ്റെ ഇതറിയാലോ, അനിരുദ്ധിൻ്റെ പൊളിക്കലാണ്, കത്തിക്കലാണ്. അതിനകത്ത് അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന നല്ല തിയേറ്റർ ഉണ്ടെങ്കിൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുക. എനിക്കറിയാവുന്നത്, ഞാൻ സത്യം പറഞ്ഞ സിനിപോളിസിൽ സ്ക്രീൻ 5 ചെറിയ ഇതാണ്. സിനിപോളിസിൽ എല്ലാ ഇത് സെൻട്രൽ സ്ക്വയറിലെ സിനിപോളിസിലെ എല്ലാ തിയേറ്ററിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്ഗ്രേഡഡ് സൗണ്ട് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഞാൻ ഓ മൈ ഡോഗ് കാണാൻ പോയ സമയത്ത് ഈ ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ അവിടെ ഇട്ടായിരുന്നു. ഈ ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ലാപ്ടോപ്പിലും ഈ നമ്മുടെ മൊബൈലിലും ഞാൻ ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇതെന്താ ഇങ്ങനെ, എനിക്ക് അത്ര ഇമ്പ്രസീവ് ആയിട്ടൊന്നും തോന്നിയില്ല. എൻ്റെ പൊന്നു, ഈ തിയേറ്ററിൽ ആ ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ വാതറന്നിരുന്നു. അമ്മാതിരി സാധനം ആ ഓഡിയോയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. അത് ആ തിയേറ്ററിൽ കാണാൻ ഭയങ്കര പൊളി. അത് ഭയങ്കര വിഷ്വലി അത് മാച്ച് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. നമ്മൾ ഈ ഓഡിയോ ഇങ്ങനെ ആയപ്പോൾ ആ വിഷ്വലി അത് വേറൊരു സാധനമായിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. വേറെ ഇപ്പം ഞാൻ ഷേണോയ്സിൽ ഇത് നമ്മുടെ തുടരും കണ്ടപ്പോൾ ആ സാധനം കിട്ടിയില്ല. തുടരും കണ്ടപ്പോൾ കിട്ടിയില്ലെന്നല്ല, തുടരും കണ്ടപ്പോൾ ഈ ഐ എം ഗെയിമിൻ്റെ ട്രെയിലർ ഇട്ടു. അപ്പോൾ എനിക്ക് ആ സൗണ്ടിൻ്റെ സാധനം അവിടെ കിട്ടിയില്ല. എനിക്ക് ഇവിടെ കിട്ടിയുള്ളൂ, സിനിപോളിസിലേ കിട്ടിയുള്ളൂ. അതുപോലെ തന്നെ വേറെ ഷേണോയ്സിൽ തന്നെ സ്ക്രീൻ 4 ആണെന്ന് തോന്നുന്നു. സ്ക്രീൻ 4 ഞാൻ നമ്മുടെ കറുപ്പ് കാണാൻ പോയപ്പോൾ എനിക്ക് ഇതേപോലെ ഒരു ഫീൽ ഉണ്ടായി. ആ കാര്യം ചെറിയ സ്ക്രീനാണ് സ്ക്രീൻ 4, പക്ഷെ അവിടെ സ്വീറ്റ് സ്പോട്ടിൽ നടുക്ക് 5th ചെയറിലിരിക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് സിസ്റ്റം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ആ കറുപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ കറുപ്പ് കണ്ടത് വേറെ എന്താ പറയുക ഒരു റിവ്യൂ കണ്ടിട്ടോ അങ്ങനെയൊന്നും പോയി കണ്ടതല്ല. ഇറങ്ങി 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ പോയെന്ന് കണ്ടതാണ്. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സൗണ്ടിൻ്റെ ആണത്, ആ സായി അഭ്യങ്കറിൻ്റെ ഒരു എന്താ പറയുക സൗണ്ടിൽ ചെയ്തിരിക്കുന്ന പരിപാടിയാണത്. അതുപോലെ തന്നെ ഇതിനകത്ത് അനിരുദ്ധ് അതുപോലെ ഒന്നുമല്ല, അതിൻ്റെ വേറെ ലെവൽ ഗോഡ് മോഡ് അനിരുദ്ധ് കത്തിച്ച് ചാമ്പലാക്കി ഇട്ടേക്കോ ഈ പടം. എൻ്റെ പൊന്നു, ഈ പടം എന്ന് വെച്ചാൽ വേറെ ലെവല് സാധനം. അത് ആരും ഒരു നല്ലൊരു പടം എന്ന് വെച്ച് ഇപ്പോൾ വയലൻസും ബ്രൂട്ടലും കാര്യങ്ങളൊന്നും കാണാൻ ഇഷ്ടമില്ലാത്തൊരിത് പോയി കാണരുത്. ആർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടം ഒരു ഗുഡ് മൂവി, പ്യുവർ സിനിമ. അങ്ങനെ കാണാൻ അങ്ങനെ ഇഷ്ടമുള്ളവർ പോയി കാണുക. ആക്ഷനൊക്കെ കണ്ടാൽ കുഴപ്പമില്ലാത്തവർ പോയി കാണുക. പ്യുവർലി സർട്ടിഫൈഡ് ആണ്, അഡൾട്ട്സ് ഓൺലി ആണ്. അങ്ങനെയുള്ളവർ മാത്രമേ പോയി കാണാവുള്ളൂ. ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്, അത് പോരാത്തതിന് ട്രിഗറിങ് ആയിട്ടുള്ള സീൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ബിവെയർ, പോയി കാണുമ്പോൾ നല്ല രീതിയിൽ അവെയറായിട്ട് തന്നെ പോയി കാണുക. ഫാമിലി ആയിട്ടൊന്നും പോയി കാണരുത്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കാണുക. ലോക്കി ഇഷ്ടമാണെങ്കിൽ പോയി കാണുക. അനിരുദ്ധിൻ്റെ ഫാൻസാണ് നിങ്ങളെങ്കിൽ പോയി കാണുക. പിന്നെ കുറേ നായിൻ്റെ മക്കൾ ഈ സിനിമ കണ്ടിട്ട് ഇതിനെ എന്താ പറയുക നെഗറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ട്. സത്യം അവരോട് എനിക്ക് പറയാനുള്ളത്, അവരെ എക്സ്പെക്ട് ചെയ്യുന്ന അവർക്കൊന്നും ഈ വയലൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടാൻ വേറെ കാരണങ്ങളൊന്നും ഉണ്ട്. അത് ഫീൽ ഗുഡാണ്, നല്ല മ്യൂസിക്കാണ്, കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഒരു ബ്രൂട്ടൽ വയലൻസ് മൂവി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മ്യൂസിക് കൊണ്ടും അതിനകത്ത് സിനിമാറ്റോഗ്രഫി കൊണ്ടും കളർ ഗ്രേഡിങ് കൊണ്ടും അതിനെ ടോപ്പ് ലെവലിൽ കാണിച്ചിരിക്കുന്നില്ലേ. ഇത് രണ്ടും ലോകത്തുള്ളത് തന്നെയല്ലേ.
ഒരു നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് സിനിമയില് ഒരു വിഷ്വൽ ഫ്രീഡം അല്ലേ അത് കാണിക്കുക എന്നുള്ളത്. ഒരു കണ്ടന്റ് ഫ്രീഡം അല്ലേ. അത് കാണിച്ച് അത് ഇൻഫ്ലുവൻസ് ആവാതെ നോക്കണം. കാര്യം അതിനല്ലേ സർട്ടിഫിക്കേഷനും സെൻസർ ബോർഡൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ 18 വയസ്സുള്ളവർ താഴെയുള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞൊക്കെ വിചാരിക്കും ഇതൊക്കെയാണ് ഹീറോയിസ്. അങ്ങനെയൊന്നും വിചാരിക്കരുത് ആരും. അങ്ങനെയൊന്നും ആരും വിചാരിച്ച് ഇതൊന്നും പ്രൊമോട്ട് ചെയ്യരുത്. ഇതൊരു ആർട്ട് ഫോമാണ്. ആർട്ട് ഫോമിനെ അതേപോലെ തന്നെ കാണുക. അല്ലാതെ ഇത് കണ്ട് നമ്മുടെ ഇവിടുത്തെ ജനസമൂഹം നശിച്ചു പോകും എന്നൊന്ന് വിചാരിച്ച് ആരും അങ്ങനെയൊന്നും ഇതിനെ എന്താ പറയുക അപ്രോച്ച് ചെയ്യരുത്. ഇപ്പോൾ തന്നെ മാർക്കോ ഇറങ്ങിയപ്പോൾ ബ്രൂട്ടൽ വയലൻസ് സാധനമൊക്കെ കാണിച്ചെന്നും പറഞ്ഞ് ഇവിടുത്തെ തലമുറയെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. അതിനാണ് ഇവിടെ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷനും ഇരിക്കുന്നത്. അങ്ങനെയുള്ളവർ കാണണ്ട. അത് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടു കഴിഞ്ഞാലും അതിനകത്ത് അവെയർ ആയിരിക്കുക. ഇതൊക്കെ ഒരു മൂവിയാണ്, അതൊരു ആർട്ടാണ്, ഇറ്റ്സ് ആൻ ആർട്ട്. അപ്പം അങ്ങനെയാണ്. ആരും നോർമലി ഇതിനെ ഒരു എന്താ പറയുക നല്ലൊരു ഫാമിലി മൂവിയൊന്നും അല്ല, നല്ലൊരു റോ ആയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് റസ്റ്റ് ആൻഡ് റോ ബ്ലഡി റൊമാൻറ്റിക് ബ്രൂട്ടൽ മൂവി. ഇതൊരു രക്തത്തിൽ എഴുതിയ പ്രണയ കാവ്യം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഈ പടമായിട്ട് കമ്പയർ ചെയ്യാൻ വേറെ പടം പോലും എനിക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ തന്നെ അരുൺ മാധേശ്വരൻ്റെ ഇതിൻ്റെ ഡയറക്ടറുടെ ഞാൻ വേറെ സിനിമയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ആളുടെ വേറെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണും. ക്യാപ്റ്റൻ മില്ലറും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ലോകേഷിനെ വെച്ച് ചെയ്തിരിക്കുന്ന ഈ സാധനമുണ്ട്, ലോകേഷിന്റെ സ്ക്രീൻ പ്രസൻസ്, വാ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ലോകേഷിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പൊ ഇവിടെ ധനുഷോ വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു സാധനം കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ അവരൊക്കെ കുറച്ച് നാടകീയതയും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു. പക്ഷെ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. പുള്ളി സാധനം കേട്ടോ അത് കൊടുത്തിരിക്കുന്നതിൽ. പുള്ളിയും നമ്മുടെ ഇതിന്റെ ഡയറക്ടറും, നമ്മുടെ ലോകേഷും ഈ ഇതിന്റെ ഡയറക്ടർ അരുൺ മാധേശ്വരനും തമ്മിലുള്ള സിങ്ക് നമുക്ക് ഇവിടെ നന്നായിട്ട് ഫീൽ ചെയ്യും. ലോകേഷിന്റെ ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. എനിക്കത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അനിരുദ്ധ് ഈ പടം കണ്ണടച്ച് പോയിരുന്ന് എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ചില സീനിലൊക്കെ വന്ന് കണ്ണടച്ച് എനിക്ക് ആ അനിരുദ്ധ് എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ പടം ഫുള്ള് വിഷ്വലി എൻ്റെ മൈൻഡിലൊരു വിഷ്വലി ഇട്ട് ഈ സാധനം ആ ഓഡിയോയിൽ എനിക്ക് അനിരുദ്ധിൻ്റെ മ്യൂസിക്കൽ സാധനം എനിക്കൊന്ന് കാണണമെന്നുണ്ട്. അമ്മാതിരി സാധനം. ഇത് കണ്ടു കഴിഞ്ഞ് വന്ന് ഞാനൊരു 1-2 നേരത്തേക്ക് ഞാൻ ഒരു 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 എന്താ ഒരു ബോഡി ഹൈയിലായിരുന്നു, ഒരു എക്സ്റ്റസിയിലായിരുന്നു ഞാൻ. സത്യം പറയാമല്ലോ, ഞാനങ്ങ് ബൂസ്റ്റ് ആയിപ്പോയി പടം കണ്ട്. സത്യം പറയാം, ബൂസ്റ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കണ്ടു നോക്കുക, ബൂസ്റ്റ് ആവുക, പടം കണ്ടിട്ട് അഭിപ്രായം പറയുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇനിയും കാണാൻ പോകുന്നുണ്ട്. നല്ല സ്ക്രീൻ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക, ഇവിടെ എറണാകുളത്ത്, കൊച്ചിയിൽ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.